ഹലോ ഗോയ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ദുബായിലുള്ള ലാസ്റ്റ് എക്സിറ്റ് പാർക്കിലോട്ടാണ്. ദുബായ്ക്കാർക്ക് ഒരുവിധം ഫെമിലിയർ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ കൂടിയാണ് ഇത്. ഇപ്പോൾ ഇഫ്താർ ടൈം ആയതുകൊണ്ട് ഒരു അടിപൊളി ആംബിയൻസ് ആണ് അവർ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത്. ഒരു മസ്റ്റ് ട്രൈ സ്പോട്ട് കൂടെയാണ് കേട്ടോ. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പാർക്കിങ്ങിന് വേണ്ടി നമ്മൾ യാതൊരു ബുദ്ധിമുട്ടും ഫേസ് ചെയ്യേണ്ടി വരില്ല. അതിന് മാത്രം പാർക്കിംഗ് സ്പേസ് അവിടെ അവൈലബിൾ ആണ്. പിന്നെ എൻട്രൻസ് ഫീസ് ഫ്രീ ആണ് ഗോയ്സ്. വേറെ എന്ത് വേണം അല്ലേ? അപ്പോൾ റീൽസ് ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ താല്പര്യമുള്ളവർക്ക് ഇതൊരു അടിപൊളി സ്പേസ് ആണ്. കാരണം അധികം ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാതെ നല്ല ഭംഗിയായിട്ട് ഷൂട്ട് ചെയ്തിട്ട് പോരാനായിട്ട് പറ്റും. നൈറ്റ് ആംബിയൻസ് ആണ് കുറച്ചും കൂടെ ഭംഗിയെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു ക്ലിപ്പ് എൻ്റെ വണ്ടിപ്രാന്തനായ ഹസ്ബൻഡ് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ വണ്ടിയെ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഇതിവിടെ കിടക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. പിന്നെ കണ്ടപ്പോൾ എനിക്കും ചെറിയൊരു കൗതുകം ഫീൽ ചെയ്തു. കളർ കോമ്പിനേഷനും പിന്നെ നമ്മളധികം നാട്ടിൽ കാണാത്തത് കൊണ്ടായിരിക്കും മേ ബി. ഈ ഒരു ലൊക്കേഷൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ പോകുന്നത് നമ്മുടെ കുട്ടികൾ തന്നെയായിരിക്കും. കാരണം നൈറ്റ് ടൈമിലെ വാട്ടർ ആക്ടിവിറ്റീസും ട്രെയിൻ റൈഡ് അതൊന്നും പോരാതെ റെസ്ട്രിക്ഷൻസ് ഒട്ടും ഇല്ലാതെ ഓടി നടന്ന് പറന്ന് കളിക്കാൻ ഒരുപാട് സ്ഥലം അവർക്കുണ്ട്. എന്തിനാണ് നമ്മളിപ്പോഴും കുട്ടികളെ മാത്രം പറയുന്നത് അല്ലേ? കുട്ടികളെ മാറാത്ത അല്ലെങ്കിൽ ബാല്യം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്ന എല്ലാവർക്കും ഇതൊരു അടിപൊളി സ്ഥലമായിരിക്കുന്നേ. നമ്മളെപ്പോഴും കുട്ടികൾ തന്നെ അല്ലേ? എന്താ അല്ലാന്നൊരു തോന്നലുണ്ടോ നിങ്ങൾക്ക്? കൂടാതെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു കാര്യം കൂടി അവിടെ ഉണ്ടായിരുന്നു, പ്രോമിസിങ് ബ്രിഡ്ജ്. ഒരുപാട് കപ്പിൾസ് അവരവരുടെ ഹൃദയങ്ങൾ അവിടെ കെട്ടിപ്പൂട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ കെട്ടാനും പൂട്ടാനും ഒന്നും പോയിട്ടില്ല. നമ്മൾ കൊണ്ടുപോയ ഹൃദയം അതുപോലെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലത്തെ 2 പ്രോമിസിങ് ബ്രിഡ്ജ് അവിടെ ഉണ്ടായിരുന്നു. ഈ കാണുന്ന ഒരു പോർഷൻ ഞാൻ സെക്യൂരിറ്റിയുടെ കൈയും കാലും പിടിച്ചെടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. കാരണം ഇതൊന്നും നമുക്ക് അങ്ങനെ കയറി യൂസ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കാണാനേ പറ്റൂന്നാണ് പുള്ളി പറഞ്ഞത്. പക്ഷെ അവിടെ യൂസ് ചെയ്യുന്നതൊക്കെ കണ്ടു കേട്ടോ. നമ്മളധികം ഉപദ്രവകാരിയല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ പുള്ളി അതിന് സമ്മതിക്കുന്നു തോന്നുന്നു. ഇത് കണ്ടപ്പോഴേ സത്യത്തിൽ നാട്ടിലെ അമ്മമാരെയാണ് ഓർമ്മ വന്നത്. ഒരു ഗാർഡൻ ഹാക്ക് കൂടെയാണെന്ന് പറയാം. എൻ്റെയും കണ്ണൻ്റെയും എത്ര പേൻ്റെ ഞങ്ങൾ വെറുതെ കളഞ്ഞത് ഞാൻ ആ ഒരു നിമിഷം നിന്ന് ഓർത്തുപോയി. അപ്പോൾ ഗാർഡൻ താല്പര്യമുള്ളവർക്കൊക്കെ ഇതൊരു നല്ല അടിപൊളി ഹാക്ക് കൂടിയാണെന്നാണ് പറയുന്നത്. ഈ പശുമ്പ എന്തുകൊണ്ടാണ് വായിക്കണമെന്ന് നോക്കാൻ വേണ്ടി കയറിയത്, പക്ഷെ ചമ്മിപ്പോയി. അതിൻ്റെ ഉള്ളിലൊന്നുമില്ല ഗുയിസ്. പുള്ളി വെറുതെ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പോരാത്തിന് വലിയൊരു കണ്ണാടി വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. എന്ത് കണ്ടാലും പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറി മേഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ട്. മനസ്സിലായില്ലേ? ഇതാണ് വിഷിംഗ് വെൽ. അറിയാലോ, എന്തെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ച് അങ്ങോട്ട് 1 രൂപ അല്ല 1 രൂപയല്ല, എന്തെങ്കിലും ഒരു കോയിൻ അതിൻ്റെ ഉള്ളിൽ ഇടാം. മുങ്ങി തപ്പിയ 100 ദിർഹംസ് തച്ചിന് കിട്ടും. ഇതാണ് നമ്മുടെ അമ്മിണി പശു. മാമൻ്റെ വീട്ടിൽ പണ്ട് പോകുമ്പോൾ അവിടെ ഫാമായിരുന്നു. അച്ചാച്ചൻ്റെ കൂടെ പശുവിൻ്റെ അകിടുന്ന് ഡയറക്റ്റ് പാല് കുടിച്ച് വളർന്നൊരു ബാല്യം ഞാനിവിടെ സ്മരിക്കുകയാണ് ഗോയ്സ്. അതുകൊണ്ട് എന്താ, നന്നായി കറക്കിയെടുക്കാൻ അറിയാം. അല്ല, പശുവിനെ കറക്കണ കാര്യം കേട്ടോ. പശുവിനെ കറക്കാൻ നന്നായിട്ട് അറിയാം. ഇത് നമ്മളവിടെ ചെന്നപ്പോൾ ക്യാപ്ചർ ചെയ്തിട്ടുള്ള കുറച്ച് ഫോട്ടോസാണ് ഞാനിവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഫുഡ് ആൻഡ് ഡൈനിങ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സ്പോട്ട് കൂടെ അവിടെ അവൈലബിൾ ആണ്. ബാസ്കിൻ റോബിൻസ് ഉണ്ടായിരുന്നു, പക്ഷെ ഞാനത് ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. നമ്മൾ ഫുഡൊന്നും ട്രൈ ചെയ്തിട്ടില്ല. നമ്മൾ പുറത്തുനിന്നുള്ള ഫുഡ് ഒന്ന് അവോയ്ഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പുറത്തത്തെ ഫുഡൊന്നും ട്രൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എത്രത്തോളം നല്ലതാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഓക്കെ.